ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ? ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പം. അപ്പം ചെറിയ മാങ്ങ അഥവാ കണ്ണിമാങ്ങ ഇതൊന്നും കളയാതെ ഞാൻ കുറച്ചെടുത്ത് ഉപ്പിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊന്നും ഒരു മാങ്ങ പോലും കളയത്തില്ലായിരുന്നു. അത് അവർ കണ്ണിമാങ്ങ കിട്ടി അത് പ്രയോജനപ്പെടുത്തും, ഇടത്തരം മാങ്ങ കിട്ടി അത് പ്രയോജനപ്പെടുത്തും. പിന്നെ വലിയ മാങ്ങയാണ് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി ഒരു വർഷങ്ങളോളം ഭരണിക്കകത്ത് സൂക്ഷിച്ച് വെക്കും. അടമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കണ്ണിമാങ്ങായും കടുമാങ്ങായും ഒക്കെ ഇപ്പം നിരന്തരം എല്ലാവരും വെക്കുന്നതാണ്. അപ്പം ഞാൻ 3 ആഴ്ച മുമ്പേ കണ്ണിമാങ്ങ പറിച്ച് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തോർത്തി ഭരണിക്കകത്ത് അടച്ച് കെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കാണാമെന്ന് അഴിച്ച് നോക്കട്ടെ. കണ്ടോ, മാങ്ങ താന്ന് നിറച്ചുണ്ടായിരുന്ന മാങ്ങയാണ്, അതിപ്പം താന്ന് നല്ല പരുവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇതിലും അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളം. കണ്ടോ, ഒരു ശകലം പോലും പൂപ്പലുമില്ല, ഒന്നുമില്ല. 3 ആഴ്ചയായിട്ട് ഇതിനകത്ത് അടച്ച് കെട്ടി വെച്ചിരിക്കുന്ന സാധനം എന്നുവെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളമയം ഇല്ലാതെ കഴുകി വൃത്തിയാക്കി വെയിലത്തൊരു ദിവസം വെച്ച് ഞാൻ വെള്ളമയം പൂർണ്ണമായിട്ട് മാറിയെന്ന് അറിഞ്ഞിട്ടാണ് കല്ലുപ്പിനകത്ത് ഇതിട്ട് വെച്ചിരിക്കുന്നത്. അതാ നല്ല ക്ലീനായ വെള്ളം. കണ്ട, പൂപ്പിലൊന്നും ഇല്ലാതെ മാങ്ങ കണ്ട നല്ല ചുങ്ങി നല്ല പരുവായിട്ടുണ്ട്. ചെറിയ ഞെടുമ്പോട് കൂടിയായിരുന്നു. അതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇനി നമുക്ക് കണ്ണിമാങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മ എത്ര കാലം കഴിച്ചാലും ഇത് അഴുക്കാകത്തില്ല. ഇത് പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മച്ചിമാരെല്ലാം ചെയ്തു വരുന്ന വിഭവങ്ങളാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. ആ കടുക് ഒന്ന് വറുത്തിട്ട് അതിൻ്റെ പരിപ്പെടുക്കണം. അതിന് വേണ്ടിയാണ്. പിന്നെ കടുക് പരിപ്പായിരുന്നു സാധാരണ. ഇനി ഞാൻ ഒറിജിനലായിട്ട് കടുക് പരിപ്പ് ഉണ്ടാക്കി ഇതിനകത്ത് ഇടാൻ പോകാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ തൊലി പൊളിഞ്ഞ് കിട്ടും. കടുക് ചെറുതായിട്ട് ചൂടാക്കി എന്നിട്ട് മുറത്തിനകത്ത് ഇട്ടിട്ട് ഈ പിള്ളയുണ്ടല്ലോ, നമ്മൾ ഇടിക്കുന്ന പിള്ള, അതും കൊണ്ട് ഇങ്ങനെ തേക്കുന്നതന്നെ അതിൻ്റെ തൊലിയൊക്കെ പോയി തേച്ച് പെറുക്കി എടുക്കുമ്പം കടുക് പരിപ്പ് കിട്ടും. നല്ല സുഖം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ വെയിലത്തോട്ട് വെച്ച് കടുക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. മിക്സിയിലിട്ടാലും മുഴുവൻ പൊടിഞ്ഞു വന്നാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. നമ്മുടെ കടുക് പരിപ്പൊക്കെ റെഡിയാക്കി കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഒറിജിനൽ കടുക് പരിപ്പ്. നമ്മൾ ഇച്ചിരി മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. കടുക് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് മുറത്തിനകത്തോട്ടിട്ട് ആ പിള്ളയിട്ടൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് അത് പേറ്റി പെറുക്കി അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ ഒറിജിനൽ കടുക് പരിപ്പ് റെഡിയാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ആ അച്ചാറിനൊരു നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഇപ്പം എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുക ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഒരു ദിവസം ഞാനും അങ്ങനെ ആയിരുന്നു. എളുപ്പത്തിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം ഞാൻ പണ്ട് കാലത്ത് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പം ഞാനും എടുത്തത്. പണ്ടൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കടുകെടുത്ത് പേറ്റി പെറുക്കി കടുക് പരിപ്പെടുത്തൊക്കെ റെഡിയാക്കി വെക്കും, ഉലുവ പൊടിച്ച് വെക്കും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടി ഉണ്ടാക്കത്തുള്ളായിരുന്നു. അപ്പം ഈ കടുക് പരിപ്പ് റെഡി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണിമാങ്ങ അച്ചാർ എന്നിട്ട് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. കഴുകി ഉണങ്ങി വൃത്തിയാക്കി വെച്ച ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കുകയാണ്. 1 കിലോ നല്ലെണ്ണയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം.
അവരവർ എത്ര മാങ്ങ എടുക്കുന്നോ അതിനനുസരിച്ച് എടുത്തോണം കേട്ടോ. ഞാൻ തലേ ദിവസം മാങ്ങ ഇട്ടത് കടുകെണ്ണയ്ക്കകത്തായിരുന്നു. ഇതിപ്പം നല്ലെണ്ണ, ഇതിപ്പോൾ കണ്ണിമാങ്ങ നല്ലെണ്ണയ്ക്കകത്ത് വേണം ഇടുവാൻ. ഇത് വെച്ചേക്കാം, ഇത് മേലിൽ ഒഴിക്കാനായിട്ട്. എണ്ണ ചൂടാകട്ടെ, എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിടാം. കടുകും ഉലുവായും കൂടി ഇടുകയാണ്. കടുകിട്ടു, ഒരു ഉലുവായിട്ട്. ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ നമ്മുടെ നല്ലെണ്ണ ചൂടായി, കടുകും ഉലുവായും ഇട്ട് പൊട്ടിച്ചു. ഇനി ഇതിലോട്ട് മുളക് പൊടി ഇടാൻ പോവുകയാണ്. ഒരു 250 ഗ്രാം മുളക് പൊടിയാണ് ഞാൻ ഇത്ര മാങ്ങായി കിടക്കുന്നത്. ഇപ്പോൾ സൂക്ഷ്മം കണക്ക് എനിക്ക് അറിയത്തില്ല, ഞാനിപ്പോൾ നമ്മുടെ മാവിൽ നിന്ന് പറിച്ചെടുത്തത് കൊണ്ട് അറിയത്തില്ല. എണ്ണ ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ, അല്ലെന്ന് വരെ മുളക് പൊടി കരിഞ്ഞു പോകും. ചൂടെണ്ണയിലോട്ട് ഒഴിവിടാൻ പറ്റത്തില്ല, അപ്പം മുളക് പൊടി കരിഞ്ഞു പോകത്തില്ല. അതിന് ഞാനത് ഓഫ് ചെയ്ത്. ഇനി 1 സ്പൂണും മഞ്ഞൾ പൊടി ഇട്ടു, 1.5 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ടു. മുമ്പ് ഇട്ടത് കാശ്മീരി ചില്ലി ആയിട്ട് എരിവില്ലാത്ത. ഇനി എരിവിന് വേണ്ടി 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടു. ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാം കൂടെ തെറ്റിട്ടു. നമ്മൾ കൈക്കണക്കല്ല എടുത്തതിൻ്റെയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇനി മാങ്ങ ഇടുക. ഇത് നമ്മൾ കടുകിൻ്റെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കടുക് പരിപ്പ് ഇടുകയാണ്. കടുക് പരിപ്പ് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത്. നമ്മൾ കായപ്പൊടി ഇട്ടില്ല, കായപ്പൊടി എടുക്കുകയാണ്. നല്ലതല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല മണം വരുന്നുണ്ട് കായത്തിൻ്റെ ഉലുവായുടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡിയായി. ഇനി നമ്മൾ കുപ്പിയിലോട്ട് ഭരണിയിലോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ഇനി ഇതെടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല അലിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കും, അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ മാങ്ങയുടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാങ്ങാ വെള്ളം കുറച്ചുകൂടി ഒഴിക്കുകയാണ്, കാരണം ഇതിന് കുറുകും. ഇനി കുറച്ച് ദിവസം ഇരിക്കുന്നുണ്ട്, ഈ മാങ്ങയൊക്കെ കുറുകി നല്ല ഇതാകും. നമ്മൾ ഭരണിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പം കണ്ട നമ്മുടെ അച്ചാർ റെഡിയായി. കണ്ട, കാണാൻ നല്ല ഭംഗിയല്ലേ. ഇനി ഇത് ഞാൻ ഈ ഭരണിയിലോട്ട് കോരി വെക്കാൻ പോവുകയാണ്. കോരി വെച്ചിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി ഞാനിത് എടുക്കത്തുള്ളൂ കഴിക്കാൻ. നമ്മൾ ആ ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക്
ഇത് കുറുകി. എത്ര നാൾ വേണേലും ഇതിങ്ങനെ ഇരുന്നോട്ടെ. കാരണം ഒരു തുള്ളി പോലും വെള്ളമയം ഇല്ലാത്തത് കൊണ്ട് എത്ര നാൾ വേണേലും ഇതിങ്ങനെ വെച്ചേക്കാൻ പറ്റും നമുക്ക്. കണ്ട നമ്മുടെ മാങ്ങ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ റെഡിയായി. ഭരണി നിറച്ച് കോരി വെച്ചു. എന്ത് ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മേടോട്ട് എണ്ണയ്ക്കകത്ത് ഈ തുണി മുക്കി അങ്ങോട്ട് ഇടുക. പൂത്ത് ഒരിക്കലും പൂപ്പ് വരാതിരിക്കും. പൂപ്പ് വരത്തില്ല, കാരണം ഒരു തരി പോലും വെള്ളമയം ഇല്ലാത്തത് കൊണ്ട് പൂപ്പ് വരത്തില്ല. 3 ആഴ്ച ഭരണിയിലിരുന്നിട്ടും നല്ല ക്ലിയർ വെള്ളമായിരുന്നു, ഞാൻ കാണിച്ചതല്ലേ. ഇനി എന്നാലും നമ്മൾ സംശയിക്കേണ്ടല്ലോ, അതുകൊണ്ട് നല്ലെണ്ണയ്ക്കകത്തോട്ട് ശകലം തുണി മുക്കിയിട്ട് അങ്ങ് ഇടുക. വെള്ളോട്ട് വെച്ചങ്ങ് അടച്ചു വെക്കാൻ. നല്ല വൃത്തിയുള്ള ഓയിൽ തുണി ആയിരിക്കണം. ബാക്കിയുള്ള എണ്ണ അതിൻ്റെ മേളോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇനി എണ്ണയ്ക്കകത്ത് തുണി മുക്കി ഇതിൻ്റെ മേളിലിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് കേടാകരുത്, അതിനു വേണ്ടിയാണ്. ഇതിന് 1 വർഷത്തുമല്ല അതിൽ കൂടുതൽ നാൾ ഇതിരിക്കും, എന്നാലും കേടാകത്തില്ല. പക്ഷേ ഇവിടെ പെട്ടെന്ന് തീർന്നു പോകും. ഞങ്ങളൊക്കെ ഇത് പെട്ടെന്ന് എടുത്ത് കഴിച്ച് തീർക്കും. ഇനി ഇത് മൂടിക്കെട്ടി 2 ആഴ്ചയും കൂടെ വെക്കുക. അതിന് ശേഷം ഇത് കഴിക്കാൻ എടുക്കത്തുള്ളൂ. അപ്പം നമുക്കിത് കെട്ടി വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് എടുക്കാമേ. അപ്പം കണ്ടോ, നമ്മുടെ അച്ചാർ റെഡിയായി. അത് മൂടിക്കെട്ടി അടച്ചു വെച്ചു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ വീഡിയോ. ഇനി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിലൊന്ന് ഞാൻ തൊടണേ കേട്ടോ, ഓൾ എന്ന ഓപ്ഷൻ എല്ലാം ഓക്കെയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.